പശ്ചിമേഷ്യൻ സംഘർഷം 35-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഗുഡ് ഫ്രൈഡേ കൂടിയാണ്. അപ്പൊ ഇന്ന് GCC രാജ്യങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണം രാവിലെയും ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റില് ഒരു പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറിക്ക് നേരെ ഒരു പ്രധാന ആക്രമണം നടന്നിട്ടുണ്ട്. മിന അൽ അഹമ്മദി പോർട്ട് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടത്. അവിടുത്തെ ഓപ്പറേഷണൽ യൂണിറ്റുകളിൽ തീപിടുത്തമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ആർക്കും പരിക്കില്ല. എൻവയോൺമെന്റൽ പ്രത്യാഘാതങ്ങളൊന്നുമില്ല, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളൊന്നുമില്ല എന്നാണ് ആദ്യഘട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കുന്നതടക്കമുള്ള മറ്റ് അനന്തര നടപടികളുണ്ടല്ലോ, അപ്പൊ അതിന്മേലായി കാര്യങ്ങൾ തുടരുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കുവൈറ്റി പെട്രോളിയം കോർപ്പറേഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. കുവൈറ്റിലേക്ക് മാത്രമല്ല, സൗദി അറേബ്യ ഇന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ 6ഓളം ഡ്രോണുകളാണ് ഇന്റർസെപ്റ്റ് ചെയ്തതെന്ന് അവർ അറിയിക്കുന്നുണ്ട്. ബഹ്റൈനില് നിരവധി തവണ സുരക്ഷാ അലാം മുഴങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപകട അലാമുകൾ മുഴങ്ങി. ആളുകൾ ഭയപ്പെടേണ്ട, പക്ഷെ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അറിയിക്കുന്നത്. UAE-ല് ദുബായില് ഒറാക്കിൾ ഡാറ്റാ സെന്റർ ടാർഗറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഓൺലൈനിലൊക്കെ ഒരുപക്ഷെ പലരും കണ്ടു കാണും. ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നത് ഇത് ഫേക്ക് ന്യൂസ് ആണ്, തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്. അപ്പൊ അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് അവര് വ്യക്തമാക്കുന്നതും ഇന്നിപ്പോ നമുക്ക് പറയാനുണ്ട്. ബഹ്റൈനുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെന്ററിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാന്റെ IRGC പറയുന്നുണ്ട്. ഇറാനെ ശിലായുഗത്തിലേക്ക് അയക്കും എന്ന US പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ. അപ്പം അതിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയെന്നാണ് അവര് പറയുന്നത്. മാത്രമല്ല, ജോർഡാനിൽ അൽ അസ്രാഖ് സൈനിക താവളത്തിൽ ഉണ്ടായിരുന്ന US സൈനിക വിമാനത്തിന് നേർക്ക് ആക്രമണം നടത്തിയെന്നും അവർ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് തക്കതായിട്ടുള്ള തിരിച്ചടി പല കേന്ദ്രങ്ങളിലും തങ്ങൾ നൽകുന്നുണ്ട്, അത് തുടരുമെന്നും ഇറാന്റെ IRGC അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇറാനുമായി അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടത്തുന്നതിനിടെ കരസേനാ മേധാവിയെ പുറത്താക്കിക്കൊണ്ടുള്ള വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടി അമേരിക്കയിൽ നിന്നുണ്ടായിട്ടുണ്ട്. കരസേനാ മേധാവി റാൻഡി ജോർജിനെ പുറത്താക്കിക്കൊണ്ടാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി 1 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു. പക്ഷെ എത്രയും പെട്ടെന്ന് വിരമിച്ചു പോകാൻ പീറ്റർ ഹെക്സത്ത് റാൻഡി ജോർജിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന അസാധാരണ നടപടി അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടെ US മാധ്യമമായ അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് റാൻഡി ജോർജിനെ മാത്രമല്ല മറ്റു പലരെയും പുറത്താക്കാൻ പെന്റഗൺ ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. ഈ FBI ഡയറക്ടറും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേൽ, സൈനിക സെക്രട്ടറി ഡാനിയൽ ഡ്രിസ്കോൾ, തൊഴിൽ മന്ത്രി ലോറി ജാവേസ് ഡെറേമർ തുടങ്ങിയവരെയും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്താക്കാൻ ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഗുഡ് ഫ്രൈഡേ ആചരിക്കുകയാണ്. അപ്പൊ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി UAE-ലെ പല പള്ളികളിലും കുർബാനകൾ ഓൺലൈനായി മാറ്റിയിട്ടുണ്ട്. സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് ഔദുമേത്തയിലുള്ള പള്ളിയാണ്. അതുപോലെ തന്നെ ജബൽ അലിയിലുള്ള സെന്റ് ഫ്രാൻസിസ് അസീസി കാത്തലിക് ചർച്ച്, ഇവരൊക്കെ അവരുടെ കുർബാനയടക്കമുള്ള കാര്യങ്ങൾ ഓൺലൈനായിട്ട് മാറ്റിയിട്ടുണ്ട്. ദുബായിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലും മാർ ഇഗ്നേഷ്യസ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലും ഒക്കെ ഓൺലൈനായി അവരുടെ കുർബാനകൾ നടത്താം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. സുരക്ഷാപരമായിട്ടുള്ള ആശങ്കകളും കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ചർച്ചകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇന്ന് 35-ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്തായാലും എങ്ങനെയാണ് അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉരുത്തിരിയുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്.